നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തറവാട്ടിലെ പരമ്പരാഗത സ്വത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണക്കാരിയും കൊച്ചുമകന്റെ ഈ ഭാര്യയാണ്. കുറച്ചു ദൂരത്തുനിന്നാ. നിക്കോ, ഞാനൊന്ന് സ്വാമിയോട് ചോദിച്ചു നോക്കട്ടെ. ആ, സ്വാമികള് ചെല്ലാൻ പറഞ്ഞു. ഓ, പേര് രാജലക്ഷ്മി അമ്മ, വീട്ടുപേര് ചെമ്പകമംഗലം. അമ്മേ. ആ, നിങ്ങളുടെ തറവാട്ടിൽ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നല്ലോ. കൊച്ചുമകന്റെ ഭാര്യാസ്ഥാനത്തുള്ള സ്ത്രീ അവൾ ആ തറവാട് മുടിക്കും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, മീനാക്ഷി അവളെ ചെമ്പകമംഗലത്തിന്റെ ശത്രു. തറവാട്ടിലെ പരമ്പരാഗത സ്വത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണക്കാരിയും കൊച്ചുമകന്റെ ഈ ഭാര്യയാണ്. അമ്മേ, അമ്മ സംശയിക്കുമ്പോൾ തന്നെയാ. നിങ്ങളുടെ തറവാട്ടിലെ പേരക്കുട്ടിയെയും അവൾ ആപത്തിൽപ്പെടുത്തി. അമ്മേ, ഇദ്ദേഹം പറയുന്നതൊക്കെ 100% കറക്റ്റാണല്ലോ. അമ്മേ, മീനാക്ഷി തന്നെയാ കേട്ടോ. ഇവളോടൊപ്പമാണ് കുഞ്ഞ് ജീവിക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ മരണമായിരിക്കും ഫലം. കയ്യിൽ കൊണ്ടു നടക്കുന്നത് തീയാണ്. മറ്റുള്ളവരെ സംഹരിച്ചതിന് ശേഷം ആളിക്കത്തി അവസാനിക്കും. തീ പോലെയാണ് ഈ സ്ത്രീ. തീ ശുദ്ധി വരുത്തും, പക്ഷേ സർവവും നശിപ്പിക്കുകയും ചെയ്യും. ഈ സ്ത്രീ സർവസംഹാരിയായ തീയാണ്. നാശം മാത്രമേ വിതയ്ക്കൂ. എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്തുകൾ തന്നെ. എന്റെ തറവാടിന്റെ സമ്പത്തും ഐശ്വര്യമായിരുന്ന ആ ഉടവാള് മോഷ്ടിച്ചവര് എന്റെ മോനെയും കൊന്നു. ഈ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കി.
ചെമ്പകമംഗല ഇല്ലാതാവുകയാ. ശാപം കിട്ടിയ ചില ജന്മങ്ങൾ ഈ തറവാട്ടിലേക്ക് വലിഞ്ഞു കയറിയതിന് ദൈവം തന്ന ശിക്ഷയായത്. ഇത് കൊള്ളാലോ. എല്ലാരെയും അകന്നു മാറി ഇവിടെ വന്നിരിക്കുകയാണോ? എന്താടോ ഇത്? മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ കാര്യമായിട്ടെടുത്ത അതിനെ നമുക്ക് നേരം കാണൂ. മുത്തശ്ശിക്ക് എന്നോട് വെറുപ്പ് തന്നെയാ കാർത്തേട്ടാ. ഞാൻ ആദ്യം കരുതി അതൊക്കെ മാറുമെന്ന്. പക്ഷെ അതൊന്നും ഒരിക്കലും മാറില്ല. മാറും. മാറാതെ എവിടെ പോവാനാ മീനാക്ഷി? നോക്ക്, എന്റെ മീനാക്ഷിയോട് ആർക്കാ വൈരാഗ്യം സൂക്ഷിക്കാൻ കഴിയുക? മുത്തശ്ശൻ പറഞ്ഞതാ അതിന് ശരി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ മുത്തശ്ശി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും. എന്നുവെച്ച് അതൊന്നും സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതൊക്കെ മനസ്സിന്നങ്ങ് വിട്ടുകളഞ്ഞേക്ക്. ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് മാത്രമായിട്ട് കിട്ടിയില്ലേ? കുറെ കഷ്ടകാലങ്ങളെല്ലാം പോയി കിട്ടിയില്ലേ? ഒരു കഷ്ടകാലങ്ങളും തീർന്നിട്ടില്ല കാർത്തേട്ടാ. എന്റെ മനസ്സിന് പേടിയാ. കഴിഞ്ഞു പോയതിനേക്കാൾ വലിയ വലിയ ആപത്തുകൾ വരാൻ പോകുന്നു എന്നുള്ള പേടി. ഇനി ഒന്നും വരാൻ പോകുന്നില്ല. ഈ പ്രായത്തിൽ തന്നെ എന്റെ മീനാക്ഷി എന്തെല്ലാം അനുഭവിച്ചു. അതിൽ കൂടുതലൊന്നും ഇനി വരാൻ പോകുന്നില്ല. എനിക്കാകെ നിരാശ തോന്നുക കാർത്തേട്ട. ഞാൻ പലരുടെയും കണ്ണിലെ കരട് തന്നെയാ. ഒക്കെ ഓരോരോ തോന്നലുകളാണ്. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും നീ എന്റെയാ. എന്റെ മാത്രം സ്വന്തമായ മീനാക്ഷി. നിനക്കിപ്പോ ഉണ്ടായിരിക്കുന്ന ഈ മൂടോട്ട് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു പൂട്ടിയിരുന്നിട്ട് അതാ മനസ്സിലേക്ക് ഇങ്ങനെ ഇരുട്ടും നെഗറ്റീവും ഒക്കെ കയറി വരുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും. എഴുന്നേക്ക. ഞാൻ വരുന്നില്ല കാർത്തേട്ടാ. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. വാ, എഴുന്നേക്ക്. കാർത്തേട്ടാ, എഴുന്നേക്കടോ. വേഗം റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ നമുക്ക് പുറത്തു പോവാം. വേഗം വാ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.